ഹായ് നമസ്കാരം. ഒരു പൊട്ടിപ്പൊളിഞ്ഞ റോഡ് കണ്ട് സംശയിക്കണ്ട. നമ്മുടെ സ്ഥലത്തോട്ട് പോകുന്ന ഇതേ റോഡ് തന്നെയാണ്. സ്ഥലം എവിടെയാണെന്നറിയാം? റോസ് മലയിലോട്ട് പോകുന്ന വഴിയാണ്. പൊട്ടിപ്പൊളിഞ്ഞ റോഡ്, ഒരേ ഓഫ് റൈഡ്. കൊണ്ടുപോകുന്ന ആരാന്നറിയാമോ? ഇതാ ഇവരാണ്, നമ്മുടെ എൻഡോർക്ക്, നമ്മുടെ മയിൽവാഹനം. ഇവരും മലയും കുന്നും ചെങ്കുത്തായ കയറ്റമൊന്നും ഇവനൊരു പ്രശ്നമല്ല. ഏത് മലയും ഇവൻ പിടിച്ചു കയറും, ആ ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ റോസ് മലയിൽ മുകളിൽ ചെന്നിട്ട് കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ റോസ് മലയെ പറ്റി എനിക്കത്ര അറിവൊന്നുമില്ല. ഞാൻ ഇതുവരെ റോസ് മല പോയിട്ടില്ല, ആദ്യമായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഫുൾ വനത്തിനകത്താണ് ഇപ്പം നിൽക്കുന്നത്. ഈ വീഡിയോ മൊത്തമായി കാണുക, എന്നാലേ റോസ് മലയുടെ യഥാർത്ഥ സ്വഭാവം എല്ലാവർക്കും മനസ്സിലാകത്തുള്ളൂ. ഏറ്റവും ലാസ്റ്റ് ആകുമ്പം എല്ലാവരോടും ഞാൻ കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കി തരുന്നതായിരിക്കും. ഗൈസ്, എൻ്റെ അറിവിൽ 10 കിലോമീറ്ററും ഓഫ് റൈഡ് റോഡാണ്. തീർത്തും വനമേഖലയിലൂടെ കളകള നാദങ്ങളൊക്കെ ഒഴുകുന്ന സ്ഥലമാണ്. മനസ്സിലായില്ലേ? ചെറിയ ചെറിയ അരുവികൾ മഴക്കാലമൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, കുത്തി ഒഴുകി വരുന്ന വെള്ളത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാതെ എങ്ങനെ നമുക്ക് റോസ്മലയിലേക്ക് പോകാൻ പറ്റും? ഈ റോസ്മല എന്ന് പേര് വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സായിപ്പിന്റെ ഇളയ പുത്രിയായിരുന്നു റോസ്. അപ്പം അവിടുത്തെ സായിപ്പ് പോയപ്പോൾ ആ മലക്കിട്ട പേരാണ് റോസ് മല. അങ്ങനെയാണ് അറിയപ്പെടുന്നത്. റോസ് എസ്റ്റേറ്റ്, റോസ്മല എസ്റ്റേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അവർക്ക് ഒരുപാട് എസ്റ്റേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിശദമായി അവിടെ ടിക്കറ്റ് കൊടുക്കുന്ന ചേച്ചിമാരോട് വ്യക്തമായി മനസ്സിലാക്കിയാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത്. ഗൈസ്, ഒരു യാത്ര ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ? അപ്പോൾ തീർച്ചയായിട്ടും വരിക, റോസ് മല വിസിറ്റ് ചെയ്യുക. തികച്ചും ചെങ്കുത്തായ കയറ്റമാണ്. അപ്പോൾ പ്രായമുള്ളവരൊക്കെ അത് അറിഞ്ഞിട്ട് വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വണ്ടി സ്കൂട്ടറൊക്കെ ആണെങ്കിൽ അങ്ങ് മേളിൽ കയറികളും. അപ്പോൾ മയിലിന് അതൊന്നും ഒരു പ്രശ്നമല്ല. ഏത് ചെങ്കുത്തായ കയറ്റവും പിടിച്ച് കയറിക്കോളും, ആ ഒരു വിശ്വാസമുണ്ട്. മേലോട്ട് കയറി പോകുന്ന വഴി നോക്കിയ തീർത്തും കിതയ്ക്കും ഇതിന്റെ മണ്ടയ്ക്ക് കയറുമ്പോൾ പോലും. കൊല്ലം ജില്ലയിലെ ജഡായുപ്പാറയിൽ ചെന്നപ്പം ഇതേ അനുഭവമായിരുന്നു. അവിടെ പിന്നെ സ്റ്റെപ്പുള്ളെന്നുള്ള ഇതുണ്ട്. ഇവിടെ ആണെങ്കിൽ സ്റ്റെപ്പും മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഈ റോസ് മലയിൽ കാട്ടാന രൂക്ഷമായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് ഒരു കാട്ടാന ആ പരിസരത്ത് നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് ആരെയും ഉപദ്രവിച്ചില്ല, അതുകൊണ്ട് ഭാഗ്യമായി. ബാക്കിയുള്ളവരോടൊക്കെ ഞാൻ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ തെമ്മല എത്തിയപ്പോൾ തന്നെ 5:45 കഴിഞ്ഞു. അപ്പോൾ നേരത്തെ കാലത്തെ എല്ലാവരും കയറി ഇറങ്ങുക, ആനയൊക്കെ ഇറങ്ങുന്ന സമയമൊക്കെ ആയിരിക്കും. ഇതിന്റെ അടുത്ത് തന്നെ വേറെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പാലരുവി വെള്ളച്ചാട്ടം, ആര്യങ്കാവ് അയ്യപ്പ ക്ഷേത്രം, കുളത്തൂപ്പുഴ ക്ഷേത്രങ്ങള്, പുനലൂർ തൂക്കുപാലം, കോട്ടയ്ക്കാൽ ഗുഹാക്ഷേത്രം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നിങ്ങളുടെ നോക്കിക്കേ. അപ്പോൾ ഇവിടുത്തെ പ്രധാന വ്യൂ ആണ് ഈ ഭാവം. ഇവിടെ വേറെ ഒന്നും അത്ര കാണാനൊന്നുമില്ല. ഇതിന്റെ വ്യൂ ആണ് കാണാനുള്ളത്, ഈ ഡാമിന്റെ ഭാഗങ്ങളൊക്കെ. ഈ ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് നോക്കിയല്ല, തെന്മല അണക്കെട്ടിന്റെ പല ഭാഗങ്ങളും വ്യക്തമായി കാണാവുന്നത്. സൂര്യോദയവും സൂര്യാസ്തമയം ആസ്വദിക്കാം. വാച്ച് ടവറിന് മുകളിൽ പള്ളിവാസൽക്ക് പോവുക, അതാണ് ട്രക്കിങ്ങിലെ മറ്റൊരു സവിശേഷതയാണ്. ട്രക്കിംഗ് 2 കിലോമീറ്റർ കൂടി മുന്നോട്ട് പോയാൽ ബോട്ടിംഗ് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു തടാകമുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും ഓർക്കും ഞാൻ എന്തുകൊണ്ട് ബോട്ടിംഗ് ചെയ്തില്ല എന്ന്. സമയം കിട്ടിയിരുന്നില്ല. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരുപാട് പോവുകയും ചെയ്തു. വൈകാതെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ പോകേണ്ട വരണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര കിലോമീറ്റർ ഒക്കെ ഉണ്ടോയെന്നറിയാം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഇതിങ്ങോട്ട് പോകാനായിട്ട്. ഞാൻ തെങ്കാശി ഭാഗങ്ങളിലൂടെ എല്ലാം ഞാൻ സഞ്ചരിച്ചിരുന്നു. അപ്പോൾ ഇനി അടുത്ത ബ്ലോഗ് വരുന്ന വെറൈറ്റി ബ്ലോഗ് ആയിരിക്കും വരുന്നത്. സസ്പെൻസാണ്. ആ വീഡിയോ ഫുള്ളായിട്ട് കാണുക, എന്നാലേ എല്ലാവർക്കും. ഈ വാച്ച് ടവറിലോട്ട് മുകളിലോട്ട് പോകുന്ന വഴി ഞാൻ ആരെയും കാണിച്ചില്ല. അപ്പോൾ ഞാനൊന്ന് ഇറങ്ങിയിട്ട് വ്യക്തമായി കാണിച്ചു തരുന്നതാണ് ഈ ഭാഗങ്ങൾ. അപ്പോൾ ചെറുപ്പക്കാർക്കൊക്കെ കുഴപ്പമില്ല, ഈ വാച്ച് ടവറിലേക്ക് മുകളിലോട്ട് കയറുകയൊക്കെ ചെയ്യാം. അപ്പോൾ മുകളിലെത്തിക്കഴിഞ്ഞാലോ അതിലും മനോഹരമായ വ്യൂ.
പറയുന്നതിനേക്കാളും കണ്ട് കാണുമ്പോൾ ഉണ്ടല്ലോ മനസ്സിന് സന്തോഷമാണ്. ഈ വ്യൂ ഒക്കെ കാണുമ്പോൾ പോലും താഴെ നിന്ന് കാണുന്നതും മുകളിൽ നിന്ന് കാണുന്നതും രണ്ട് വ്യത്യാസമാണ്. കുറച്ചുകൂടെ നമുക്ക് ഉയരത്തിൽ കാണാൻ കഴിയും ഇവിടെ നിന്നാൽ പോലും. മുട്ടൻ മണി കിട്ടി. ഓഫാക്കിയല്ല, വണ്ടി ഇറങ്ങിയ ഓണാക്കി തന്നെയാണ്. ഇഞ്ചൻ ബ്രേക്കിൽ തന്നെ ഇറങ്ങി. ഗ്ലൈൻഡർ പഴുത്ത് നല്ലപോലെ ബ്രേക്ക് കിട്ടാതായി വരുന്നുണ്ട്. അപ്പോൾ ഇനി ഓടിച്ചു കഴിഞ്ഞാൽ കുത്തനെയുള്ള ഇറക്കമാണ്, ബ്രേക്ക് കിട്ടാതായിപ്പോവും. അപ്പോൾ അരമണിക്കൂർ റെസ്റ്റ് കൊടുക്കണം വണ്ടിക്ക്. റോസ്മലയിൽ വരുന്നവരെല്ലാവരും ഇറക്കം ഓഫാക്കി ഓടിക്കരുത്, ഇഞ്ചൻ ബ്രേക്കിലിട്ട് ഓടിക്കുക. അപ്പോൾ കുത്തനെയുള്ള ഇറക്കം പിടിച്ചാൽ കിട്ടത്തില്ല. ഗൈസ്, ഗ്ലൈൻഡർ ചൂടായിപ്പോയി. ഇനി അരമണിക്കൂർ റെസ്റ്റ് കൊടുക്കാതെ വണ്ടിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, ബ്രേക്കും കിട്ടത്തില്ല. ഫ്രണ്ടും ബാക്കും അതുപോലെ തന്നെ നല്ല ചൂടായി. ഫ്രണ്ടിലും ഇതുപോലായി. അപ്പോൾ റോസ്മല ഇറങ്ങി വരുന്നവരാണെങ്കിൽ വണ്ടി അരമണിക്കൂർ തണുപ്പിക്കുക, ഓഫാക്കി ഇറങ്ങരുത്, ഇഞ്ചൻ ബ്രേക്ക് ഇട്ട് ഇറങ്ങി വരിക. ഞാൻ ഇഞ്ചൻ ബ്രേക്ക് ഇട്ടിട്ടാണ് ഇറങ്ങി വന്നത്, എന്നാലും വണ്ടി ചൂടായി, ബ്രേക്ക് ചെറുതായിട്ട് കിട്ടാറായി വരുന്നുണ്ട്, കിട്ടത്തില്ലാത്ത രീതി വരുക. അപ്പോൾ കുറച്ച് മുമ്പേ പറഞ്ഞ ക്ഷമിക്കണം. ഇത് എങ്ങനെ പറ്റി, ഈ സംഭവം പറ്റി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാട്ടുപന്നിയുമായിട്ട് കൂട്ടിയിടിച്ച, കാട്ടുപന്നി കൂട്ടത്തോടെ റോഡിലോട്ട് ഇറങ്ങി വളവിന് വെച്ചായിരുന്നു, കണ്ടില്ല, ഒറ്റ ഇടി ഇടിച്ച് ഞാൻ ഉൾപ്പെടെ തെറിച്ച് പോയിട്ടുണ്ട്. നല്ല പരിക്കുണ്ടായിരുന്നു അന്ന്. ഇതിപ്പോൾ കുറച്ച് ദിവസത്തോളമായി. എന്തായാലും ഒരു നമുക്ക് സേഫായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ഒതുക്കി നിർത്തിയിട്ടുണ്ട്.